എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേരള PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഫൈനൽ ആൻസർ കീ പ്രകാരം PSC നൽകിയിരിക്കുന്ന ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യമായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നത് 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം. ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഒന്നാമത്തെ പ്രസ്താവന, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു എന്നാണ് ഒന്നാമത്തെ പ്രസ്താവനയായിട്ട് തന്നിരിക്കുന്നത്. 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഒന്നാമത്തെ പ്രസ്താവന, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു എന്ന് പറയുന്ന ഈ ഒരു പ്രസ്താവന എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അതിനു മുമ്പ് വരെ ഈ ഒരു സാമ്പത്തിക പരിഷ്കരണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത് വരെ ഇത്തരത്തിലുള്ള വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ഇല്ലായിരുന്നു. എന്നാൽ ഈ സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് ശേഷം അനുമതി ലഭിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. രണ്ടാമത്തെ പ്രസ്താവനയെ നൽകിയിരിക്കുന്നത് ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി എന്നാണ് രണ്ടാമത്തെ പ്രസ്താവന. അന്നേ വരെ ഉയർന്ന തോതിലുള്ള കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങളൊക്കെ ഓരോ കാര്യങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയപ്പോൾ ഇറക്കുമതി ചുങ്കം കുറയ്ക്കുകയും കയറ്റുമതി ചുങ്കം മിക്കവാറും നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്ന ഈ നികുതിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിലുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും എന്ത് തന്നെയാണ്? ശരിയായിട്ടുള്ളതാണ്. ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി എന്നതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതിനു മുമ്പ് വരെ ലൈസൻസിങ് നടപടിക്രമങ്ങളൊക്കെ വളരെ പ്രയാസമേറിയതായിരുന്നു. എന്നാൽ ഈ പറയുന്ന 1991 സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് ശേഷം ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങളൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ ലഘൂകരിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ കൃത്യമായി പറയുന്നതാണ്, ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് നിലവിൽ വരുന്നു. ഈ പറയുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് മുമ്പ് ഒട്ടുമിക്ക മേഖലകളിലും ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഒഴിവാക്കി സാമ്പത്തിക പരിഷ്കരണങ്ങൾ വന്നതിന് ശേഷം എന്ന് നമ്മൾ കൃത്യമായിട്ട് SCERT ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇതും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 3 പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ് എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ GDP-യിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഒന്നാമത്തെ പ്രസ്താവന, തൃതീയ മേഖല 50% കൂടുതൽ സംഭാവന നൽകുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ദ്വിതീയ മേഖലയുടെ സംഭാവന 30% കുറവാണ്. മൂന്നാമത്തെ പ്രസ്താവന, ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ്. 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. എന്താണ് പ്രാഥമിക മേഖല? എന്താണ് ദ്വിതീയ മേഖല? എന്താണ് തൃതീയ മേഖല എന്ന് ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം. ഒരു രാജ്യത്തെ സമ്പദ്ഘടനയെ പ്രധാനമായും 3 അടിസ്ഥാന മേഖലകളായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതിലൊന്നാണ് പ്രാഥമിക മേഖല, രണ്ടാമത് വരുന്നതാണ് ദ്വിതീയ മേഖല, മൂന്നാമത് വരുന്നതാണ് തൃതീയ മേഖല. ഇതിൽ പ്രാഥമിക മേഖലയെ തന്നെയാണ് നമ്മൾ കാർഷിക മേഖല എന്ന് പറയുന്നത്. അതേപോലെ ദ്വിതീയ മേഖലയാണ് നമ്മൾ വ്യാവസായിക മേഖല എന്ന് പറയുന്നത്. തൃതീയ മേഖലയാണ് നമ്മൾ സേവന മേഖല എന്ന് പറയുന്നത്.
ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ അവിടെ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. പ്രാഥമിക മേഖലയുടെ അടിത്തറ എന്ന് അറിയപ്പെടുന്നത് കൃഷി ആയതിനാൽ തന്നെ, കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ഈ പ്രാഥമിക മേഖലയെ കാർഷിക മേഖല എന്നും വിളിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? കാർഷിക മേഖലയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രാഥമിക മേഖലയുടെ, അതേപോലെ തന്നെ ദ്വിതീയ മേഖലയുടെ, തൃതീയ മേഖലയുടെ നമ്മുടെ GDP-യിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവനയുടെ അടിസ്ഥാനത്തിൽ തിട്ടപ്പെടുത്തുകയാണെങ്കിൽ നിലവിൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് തൃതീയ മേഖലയാണ് അല്ലെങ്കിൽ സേവന മേഖലയാണ് എന്ന കാര്യം ഓർക്കുക. തുടർന്ന് വരുന്നത് ദ്വിതീയ മേഖലയാണ് അല്ലെങ്കിൽ വ്യാവസായിക മേഖലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ എന്ത് വരുന്നുള്ളൂ? നമ്മുടെ കാർഷിക മേഖല അല്ലെങ്കിൽ പ്രാഥമിക മേഖല വരുന്നുള്ളൂ എന്ന കാര്യം ഓർക്കണം. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിരുന്ന, നമുക്കറിയാം ഹരിത വിപ്ലവത്തിന്റെ ഒക്കെ ഫലമായിട്ട് നമ്മുടെ GDP-യിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിരുന്ന ഒരു മേഖലയായിരുന്നു കാർഷിക മേഖല. എന്നാൽ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കുറവ് സംഭാവന നൽകുന്ന മേഖല ചോദിച്ചാൽ അത് കാർഷിക മേഖലയാണ് അല്ലെങ്കിൽ പ്രാഥമിക മേഖലയാണെന്ന കാര്യം പഠിക്കുക. 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ടാണ് ഈ ഒരു ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. 2023 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ തന്നിരിക്കുന്നത് ആ ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നടന്ന കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ, വരാൻ പോകുന്ന 2024 നടക്കുന്ന നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് 2022-23 കാലഘട്ടത്തിൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നമ്മുടെ ലോകസഭയിൽ കൊണ്ടുവന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. ഞാൻ ഇനി പറയാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും അത് ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. 2022-23 സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ദേശീയ വരുമാനത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവനകൾ എടുക്കുമ്പോൾ അവിടെ പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ സംഭാവന ചെയ്തിരിക്കുന്നത് 18.42% കാര്യം ഓർത്തിരിക്കുക. നമ്മളത് 18% എന്ന് പഠിച്ചു വെക്കുക. അതായത് കാർഷിക മേഖലയുടെ സംഭാവന വെറും 18%. രണ്ടാമത്തത് നമ്മുടെ ദ്വിതീയ മേഖലയാണ്. ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ വ്യവസായിക മേഖലയുടെ സംഭാവന എന്ന് പറയുന്നത് 28%. കൃത്യമായി പറഞ്ഞാൽ 28.25%. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടേണ്ടത് തൃതീയ മേഖലയുടെ സംഭാവന എത്രയാണ്. 18.42% പ്രൈമറി സെക്ടർ സംഭാവന ചെയ്തപ്പോൾ, അല്ലെങ്കിൽ പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല സംഭാവന ചെയ്തപ്പോൾ, ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ വ്യവസായിക മേഖല സംഭാവന ചെയ്ത് 28.25% ആണെങ്കിൽ തൃതീയ മേഖല സംഭാവന ചെയ്തിരിക്കുന്നത് 53.34%. നമ്മളൊരു 53% എന്ന് പഠിച്ചു വെക്കുക. ഇവിടെ നോക്കുക, ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിരിക്കുന്നത് ഏത് മേഖലയാണ്? സേവന മേഖലയാണ്. ഏറ്റവും കുറവ് എന്ന് പറയുന്നത് അത് നമ്മുടെ പ്രാഥമിക മേഖലയാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം കാർഷിക മേഖലയാണ്. നമ്മൾ പഠിക്കാറുണ്ട് ഇവിടെ ഏറ്റവും കുറവ് നിലവിൽ സംഭാവന ചെയ്യുന്നത് കാർഷിക മേഖലയാണെങ്കിലും തന്നിരിക്കുന്ന ഈ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന മേഖല ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ പ്രാഥമിക മേഖലയാണെന്ന കാര്യം അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നോക്കുക, ഇപ്പൊ ഇവിടെ GDP-യിലേക്കുള്ള സംഭാവന ശതമാന അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തി. ഇനി നമ്മുടെ ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഓരോ പ്രസ്താവനയിലേക്കും വരാം. ഇനി ആ ഒരു പ്രസ്താവന വായിച്ചു നോക്കി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. തൃതീയ മേഖല 50% കൂടുതൽ സംഭാവന നൽകുന്നു. ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ 53% എന്നാണ് നമ്മൾ പഠിച്ചത്. 2021-22 പോയാലും
പുതുതായിട്ട് വന്നതിലേക്ക് വന്നാലും ഒക്കെ രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ അവിടെ 53% വന്നു, അതായത് 50% കൂടുതൽ സംഭാവന നൽകുന്നു. അതായത് നമ്മുടെ ഇന്ന് GDP-യിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക് സംഭാവന നൽകുന്ന മേഖലകളിലേക്ക് വരുമ്പോൾ പകുതിയിൽ കൂടുതൽ സംഭാവന ചെയ്യുന്ന ഇവിടെ നിന്നാണ്? ഈ പറയുന്ന തൃതീയ മേഖലയിൽ നിന്നാണ്. അപ്പോൾ അതെന്താണ്? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദ്വിതീയ മേഖലയുടെ സംഭാവന 30% കുറവാണ്, 28% എന്നാണ് പഠിച്ചത്. അപ്പോൾ അതും എന്താണ്? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്ന പ്രാഥമിക മേഖലയാണ്, അതും ശരിയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ എന്താണ്? 1, 2, 3 ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് വരേണ്ടത്? 3 ശരിയാണ് എന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് ഉത്തരമായിട്ട് പരിഗണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, സേവന മേഖല നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക് നൽകുന്ന സംഭാവനയാണ്. അതിൽ ഏറ്റവും കൂടുതൽ സേവന മേഖല, അതിനുശേഷം വ്യാവസായിക മേഖല, അതിനുശേഷം പ്രാഥമിക മേഖല. ആ ശതമാനം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചു വെക്കണം. 18.42% കാർഷിക മേഖല സംഭാവന ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മുടെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് 10th ലെവൽ മെയിൻ പരീക്ഷയിൽ. അപ്പോൾ ഇവിടെ നോക്കുക, 18.42% 2022-23 സാമ്പത്തിക സർവേ പ്രകാരം. അതേപോലെ തന്നെ 28%, നമ്മളിത് 18% എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇത് 28% എന്ന് ഓർത്തിരിക്കുക. ഇത് നമ്മുടെ രണ്ടാമത് വരുന്ന, അതായത് നമ്മുടെ വ്യാവസായിക മേഖല. പിന്നെ വരേണ്ടത് 53 അപ്പോൾ ഓർക്കുക, 18, 28, 53, 18, 28, 53 ആ ഒരു ഓർഡറിൽ പഠിച്ചു വെക്കണം. 18, 28, 53 എന്ന രീതിയിൽ എന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് കേരള PSC പരീക്ഷയിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, അതുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കുറച്ച് പോയിന്റും കൂടി ഒന്ന് പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ പോയിന്റ് കേട്ടിരിക്കുക. പ്രാഥമിക മേഖലയുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ഓൾറെഡി നമ്മൾ പറഞ്ഞു കൃഷിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ കാർഷിക മേഖല എന്ന് പറയുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഈ കാർഷിക മേഖലയാണെന്നും ഈ പ്രാഥമിക മേഖലയാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല എന്നും പറഞ്ഞു. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ്. ഇനി ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ അവിടെ വ്യവസായത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ വ്യവസായിക മേഖല എന്നറിയപ്പെടുന്നത് ദ്വിതീയ മേഖലയാണ്. ദ്വിതീയ മേഖലയുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് വ്യവസായ മേഖലയാണ്. നമ്മുടെ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. അതായത് കുറെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ എല്ലാ വ്യവസായങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ദ്വിതീയ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഉദാഹരണമായിട്ട് പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് മത്സ്യബന്ധനം എന്ന് പറയുന്നത്. നമ്മൾ അവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു, പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ ഇവിടെ എന്താണ്? മത്സ്യബന്ധനം എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ വനപരിപാലനം. അതെന്താണ്? പ്രാഥമിക മേഖലയ്ക്ക് ഉദാഹരണമാണ്. ഖനനം എന്ന് പറയുന്നത് എന്താണ്? പ്രാഥമിക മേഖലയ്ക്ക് ഉദാഹരണമാണ്. ഞാനിവിടെ പറയുന്ന ഈ എക്സാമ്പിൾസ് എല്ലാം SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളത്തിനുള്ളിൽ പറയുന്നതാണ്. അതിൽ നിന്ന് തന്നെയാണ് എപ്പോഴും ചോദ്യമായിട്ട് വരുന്നത്. പ്രാഥമിക മേഖലയ്ക്ക് ഉദാഹരണമായവ ഏത്? തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന രീതിയിൽ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാഥമിക മേഖലയാണ്. മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ അത് പ്രാഥമിക മേഖലയാണ്. വനപരിപാലനം എന്ന് പറഞ്ഞാൽ പ്രാഥമിക മേഖലയാണ്. ഒപ്പം ഓർത്തിരിക്കുക, ഖനനം എന്താണ്? പ്രാഥമിക മേഖലയാണെന്ന കാര്യം ഓർക്കുക. അതേപോലെ തന്നെ അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം എന്ന് പറയുന്നത് എന്തിലാണ് ഉൾപ്പെടുന്നത്? പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുന്നത്. പ്രാഥമിക മേഖലയ്ക്ക് എക്സാമ്പിൾ ഒരിക്കൽ കൂടി പറയുന്നു: കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ, മത്സ്യബന്ധനം, വനപരിപാലനം, ഖനനം, അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം. ഇനി രണ്ടാമതായി നമ്മൾ പരിചയപ്പെടുന്നത് ദ്വിതീയ മേഖലയാണ്. ദ്വിതീയ മേഖല നമ്മൾ ഓൾറെഡി പഠിച്ചു. എല്ലാ വ്യവസായങ്ങളും നിർമ്മാണങ്ങളും ഉൾപ്പെടുന്നു ദ്വിതീയ മേഖലയിൽ. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ നമുക്ക് പറയാം വ്യവസായം. രണ്ടാമത്തെ എക്സാമ്പിൾ വൈദ്യുതി ഉൽപാദനം. ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദ്വിതീയ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. PSCയുടെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ് മൺപാത്ര നിർമ്മാണം. മൺപാത്ര നിർമ്മാണം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിർമ്മാണം എന്നോട് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് നമ്മുടെ വ്യവസായ മേഖല അല്ലെങ്കിൽ ദ്വിതീയ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. കെട്ടിട നിർമ്മാണം
അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങളുടെ ഉൽപാദനം, അങ്ങനെ എല്ലാ തരത്തിലുള്ള വ്യവസായങ്ങളും എല്ലാ തരത്തിലുള്ള നിർമ്മാണങ്ങളും ഏതിലാണ് ഉൾപ്പെടുന്നത്? ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. വ്യവസായം, വൈദ്യുത ഉൽപാദനം, മൺപാത്ര നിർമ്മാണം, കെട്ടിട നിർമ്മാണം, സാധന ഉൽപാദനം, ഇതൊക്കെ എവിടെയാണ് ഉൾപ്പെടുന്നത്? ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് തൃതീയ മേഖലയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് തൃതീയ മേഖലയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ഓർത്തിരിക്കുക, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്നറിയപ്പെടുന്നത് പ്രാഥമിക മേഖലയാണ്, അല്ലെങ്കിൽ കാർഷിക മേഖലയാണ്. ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് നിലവിൽ തൃതീയ മേഖലയാണെങ്കിലും നമ്മൾ വിശേഷിപ്പിക്കുന്നത് പ്രാഥമിക മേഖലയാണെന്ന കാര്യം ഓർക്കണം. ഒരു കാരണവശാലും അത് തെറ്റിപ്പോവാൻ പാടില്ല. ഇനി തൃതീയ മേഖല സേവന മേഖല എന്ന് അറിയപ്പെടുന്നു. അതായത് ഈ പറയുന്ന പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, ഇവിടങ്ങളിലുള്ള ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ പറയുന്ന തൃതീയ മേഖല. അതുകൊണ്ട് തന്നെ ഈ മേഖലയെ നമുക്ക് സേവന മേഖല എന്ന് പറയാൻ പറ്റും. വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT തുടങ്ങിയവയെല്ലാം സേവന മേഖലയ്ക്ക് ഉദാഹരണമാണ്. SCERT ടെക്സ്റ്റ് ബുക്കിലെ കോളത്തിൽ നൽകിയിരിക്കുന്ന എക്സാമ്പിളിലേക്ക് വരുമ്പോൾ വ്യാപാരം എന്ന് പറയുന്നത് ഒരു തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന എക്സാമ്പിൾ ആണ്. വാണിജ്യം എന്ന് പറയുന്നത് തൃതീയ മേഖലയ്ക്ക് ഉദാഹരണമാണ്. ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, അതുപോലെ തന്നെ നമ്മുടെ റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സർവീസുകളും എന്താണ്? സേവന മേഖലയ്ക്ക് അല്ലെങ്കിൽ തൃതീയ മേഖലയ്ക്ക് എക്സാമ്പിൾ ആണ്. വ്യാപാരം, വാണിജ്യം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹിക സേവന പ്രവർത്തനങ്ങളെല്ലാം എന്താണ്? തൃതീയ മേഖലയ്ക്ക് ഉദാഹരണങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ട എന്താണ്? തൃതീയ മേഖലയാണ്, ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയാണ്. ഇവിടെ പരിചയപ്പെട്ട ഈ പോയിന്റുകളെല്ലാം തന്നെ കേരള PSC പരീക്ഷയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു കോളത്തിൽ നിന്ന് എക്സാമ്പിളായിട്ട് ഈ പറയുന്ന പ്രാഥമിക മേഖലയ്ക്ക് ഉദാഹരണം ഏത്, ദ്വിതീയ മേഖലയ്ക്ക് ഉദാഹരണം ഏത്, തൃതീയ മേഖലയ്ക്ക് ഉദാഹരണം ഏത് എന്ന തരത്തിൽ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിലെ ആ ഒരു കോളത്തിൽ നിന്നാണ് വരുന്നത്. അതാണ് ഇവിടെ നമ്മളൊന്ന് പരിചയപ്പെട്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പരിചയപ്പെടുന്ന 16ാമത്തെ ചോദ്യമാണ്. 16ാമത്തെ ചോദ്യത്തിൽ പറയുന്നത് പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ താഴെ നൽകുന്നു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് ഇവിടെ പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആ ഒരു പ്രസ്താവന എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കണം, ലോകത്ത് ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ലോകത്ത് ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? അത് ഇന്ത്യ അല്ല, അത് നമ്മുടെ അമേരിക്കയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ അവിടെ അമേരിക്ക, എന്നാൽ പാൽ ഉൽപ്പാദനം എല്ലാം കൂടെ കൂട്ടിയിട്ടാണെങ്കിൽ അത് നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണെന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ 2022-23 റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഈ 2ാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ശരിക്കും അവിടെ UP എന്നാണ് വരേണ്ടത്. 1 ശരി 2 തെറ്റ്. 1 ശരി 2 തെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഉത്തരം A ആണ് വരേണ്ടത്. ഓപ്ഷൻ A ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഇവിടെ നോക്കുക, നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പരിചയപ്പെട്ടു. അത് ഏതാണ്? നമ്മുടെ ഉത്തർപ്രദേശ് ആണ് നിലവിൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലാണ്. പക്ഷെ പശുവും പാൽ എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ്? നമ്മുടെ അമേരിക്കയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷകളൊക്കെ ചോദിക്കും, നമ്മുടെ ഈ ഒരു പാൽ ഉൽപാദനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ പാൽ ഉൽപാദനത്തിലൊക്കെ ഒരു വർധനവ് ഉണ്ടാകാൻ കാരണമായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ധവള വിപ്ലവത്തിന്റെ കടന്നുവരവാണ്. അപ്പൊ ഇവിടെ നോക്കുക, ധവള വിപ്ലവം. ഈ ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു മലയാളിയുണ്ട്, അദ്ദേഹത്തിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ വർഗീസ് കുര്യൻ. ആ ഡോക്ടർ വർഗീസ് കുര്യൻ ആണ് ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ പറയുന്ന ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവായ വർഗീസ് കുര്യനാണ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹരിയാനയാണ്. അതേപോലെ തന്നെ ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ സഹകരിക്കുന്ന രാജ്യം ഏതാന്ന് വെച്ചാൽ സ്വിറ്റ്സർലാൻഡ് ആണ്. ഇന്ത്യയിൽ ക്ഷീരോത്പാദന സഹകരണ പ്രസ്ഥാനമായ അമൂൽ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ആനന്ദിലാണ്. ഗുജറാത്തിലെ ആനന്ദ് കേന്ദ്രീകരിച്ച് അമൂൽ സ്ഥാപിതമായത് 1946-ലാണ്. അപ്പൊ അമൂൽ
ഗുജറാത്തിലെ ആനന്ദ്, അവിടെ അമൂല് സ്ഥാപിക്കുന്നത് 1946-ലാണ്. ഇതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രധാന പങ്ക് വഹിച്ചത് വർഗീസ് കുര്യൻ തന്നെയാണ്. അതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് ഓർത്തിരിക്കുക, പരീക്ഷയ്ക്ക് വേണമെങ്കിൽ കൺഫ്യൂഷൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ദേശീയ ക്ഷീരവികസന ബോർഡുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ദേശീയ ക്ഷീരവികസന ബോർഡ്. ദേശീയ ക്ഷീര വികസന ബോർഡ് ഇത് എവിടെയാണെന്ന് ചോദിക്കും. ദേശീയ ക്ഷീര വികസന ബോർഡ് എവിടെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളിപ്പോൾ അമൂല് പഠിച്ചിട്ടോ, ആ സ്ഥലത്താണ് ദേശീയ ക്ഷീര വികസന ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ദേശീയ ക്ഷീര വികസന ബോർഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഗുജറാത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റില് ആനന്ദ് എന്ന് പറയുന്ന നമ്മുടെ അമൂലൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ദേശീയ ക്ഷീര വികസന ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. അതേ സമയത്ത് ദേശീയ ക്ഷീര ഗവേഷണ ബോർഡ് ഉണ്ട്. ദേശീയ ക്ഷീര ഗവേഷണ ബോർഡ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ദേശീയ ക്ഷീര ഗവേഷണ ബോർഡ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന ഹരിയാനയിലെ കർണാലിലാണെന്ന കാര്യം ഓർക്കുക. എവിടെയാണ്? ഹരിയാനയിലെ കർണാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ നമ്മൾ പരിചയപ്പെട്ട എന്താണ്? ദേശീയ ക്ഷീര വികസന ബോർഡ് ഗുജറാത്തിലെ ആനന്ദിലാണ്. ദേശീയ ക്ഷീര ഗവേഷണ ബോർഡ് അത് നമ്മുടെ ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന ഹരിയാനയിലെ കർണാലിലാണ്. അപ്പൊ അമൂല് അവിടെ രൂപീകരിച്ചു. എവിടെയാണ്? ഈ പറയുന്ന ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ എന്താണ്? ഈ ക്ഷീര മേഖലയൊക്കെ എന്താണ്? വികസിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ, അങ്ങനെ അത് വന്നപ്പോൾ അവിടെ എന്താണ്? ഈ ഒരു മേഖലയിൽ വികസനം ഉണ്ടായി എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ദേശീയ ക്ഷീര വികസന ബോർഡ് എവിടെയാണ്? ഗുജറാത്തിലെ ആനന്ദിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ ഇതിനെ പറ്റിയുള്ള ഗവേഷണങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ക്ഷീര ഗവേഷണ ബോർഡ് എവിടെയാണ്? നമ്മുടെ ഈ തൊട്ടി എന്നറിയപ്പെടുന്ന ഹരിയാനയിലെ കർണാലിലാണെന്ന കാര്യം ഓർക്കുക. ഹരിയാനയിലെ കർണാലിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ പരീക്ഷ ഓപ്ഷനിൽ ഈ രണ്ടും ചിലപ്പോൾ കൊടുക്കും. നമുക്ക് ചിലപ്പോൾ അതൊരു കൺഫ്യൂഷനായിട്ട് മാറാറുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1-ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2-ലും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തി ഉത്തരം നൽകുക എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് മയൂർഭഞ്ച് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ഈ മയൂർഭഞ്ച് എന്ന് പറയുന്നത് ഒഡീഷയിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഏത് ധാതുവിന് പ്രസിദ്ധമാണ് ഈ പ്രദേശം എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഇരുമ്പ് എന്നാണ്. അപ്പോൾ ഇവിടെ മയൂർഭഞ്ച് ഡി എന്ന് പറയുന്ന ഇതുമായിട്ടാണ് യോജിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്നത് ഡിയുമായി യോജിപ്പിച്ചിരിക്കുന്നത് സിയിലും ഡിയിലുമാണ്. ബി എന്ന് പറയുന്ന ഓപ്ഷനും എ എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ ഡിലീറ്റ് ആക്കാം. അടുത്തത് കോലാർ സ്വർണ്ണഖനി എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കർണാടകയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ ബന്ധിപ്പിക്കേണ്ടത് ഈ കോലാർ എന്ന് പറയുന്നത് സിയുമായിട്ടാണ്. കോലാർ സിയുമായിട്ട് ബന്ധിപ്പിക്കണം. പക്ഷെ നമുക്ക് അവിടെ നിന്ന് സിയും ഡിയും രണ്ട് ഓപ്ഷൻ പരിശോധിച്ചാൽ അവിടെ സിയിലും ഈ പറയുന്ന സി ആണ്, ഡിയിലും സി തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഓപ്ഷൻ ഡിലീറ്റ് ആക്കാൻ പറ്റില്ല. അടുത്ത് നോക്കുക, റാണിഗഞ്ച് എന്ന് പറയുന്നത് എന്തിന് പ്രസിദ്ധമാണ്? റാണിഗഞ്ച് എന്ന് പറയുന്നത് കൽക്കരിക്ക് പ്രസിദ്ധമാണ്. എവിടെയാണിത്? പശ്ചിമ ബംഗാളിലാണ്. അപ്പോൾ റാണിഗഞ്ച് എന്ന് പറയുന്നത് എയുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്. ഇപ്പൊ തന്നെ ഉത്തരം കിട്ടി, സിയിലാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് വരേണ്ടത്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഇനി അവശേഷിക്കുന്ന ഏതാണ്? നമ്മുടെ മലഞ്ച്ഗണ്ട് ആണ്. മലഞ്ച്ഗണ്ട് എന്ന് പറയുന്ന അപ്പൊ എന്തുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു? നമ്മുടെ ചെമ്പുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ചെമ്പിന് പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന മലഞ്ച്ഗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ മലഞ്ച്ഗണ്ട് എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ് ഈ പറയുന്ന മലഞ്ച്ഗണ്ട് എന്ന് പറയുന്ന പ്രദേശം. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് ആദ്യം ഇരുമ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രദേശം പരിചയപ്പെട്ടു. അതാണ് മയൂർഭഞ്ച് എന്ന് പറയുന്നത്.
അപ്പോൾ മയൂർഭഞ്ച് എന്ന് പറയുന്നത് ഇരുമ്പുമായി പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. ഇത് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇരുമ്പുമായി ബന്ധപ്പെട്ട് ഒഡീഷയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് സുന്ദർഗഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജാർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നു മയൂർഭഞ്ച്. എന്താണ് മയൂർഭഞ്ച് എന്ന് പറയുന്നതും എന്താണ് ഈ ഒഡീഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇരുമ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇരുമ്പിന്റെ ഒക്കെ നിക്ഷേപമുള്ള ഒഡീഷയിലെ 3 പ്രദേശങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഒന്ന് ജാറുണ്ട്, മറ്റൊന്ന് നമ്മളിവിടെ പരിചയപ്പെട്ടത് മയൂർഭഞ്ച് എന്ന് പറയുന്ന പ്രദേശമാണ്, പിന്നെ ഒന്ന് സുന്ദർഗഡ് ആണ്. ഓർത്തിരിക്കുക, ഇരുമ്പ് നിക്ഷേപത്തിന് അല്ലെങ്കിൽ ഇരുമ്പയിര് ഖനന മേഖലകളിൽ പ്രസിദ്ധമായിട്ടുള്ള ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനവുമായി ബന്ധപ്പെട്ട 3 പ്രദേശങ്ങളാണ്. ഒന്ന് സുന്ദർഗഡ്, മറ്റൊന്ന് ജാറ്, മറ്റൊന്ന് മയൂർഭഞ്ച്. അപ്പോൾ മയൂർഭഞ്ച് ഒഡീഷയിൽ, ജാറ് ഒഡീഷയിൽ, സുന്ദർഗഡ് ഒഡീഷയിൽ. ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ഇരുമ്പയിര് ഖനനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രദേശമാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജാർഖണ്ഡ് എന്ന് പറയുന്ന പ്രദേശത്തെ സിംഘം എന്ന് പറയുന്നത്. അപ്പൊ സിംഘം എന്ന് പറയുന്നത് എന്തിന് പ്രസിദ്ധമാണ്? ഇരുമ്പയിര് ഖനനത്തിന് പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇരുമ്പയിര് ഖനനത്തിന് പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അതേപോലെ തന്നെ ദുർഗ് എന്ന് പറയുന്ന ഈ ജാർഖണ്ഡിലെ ദുർഗ് എന്ന് പറയുന്നതും ഇരുമ്പയിര് ഖനനത്തിന് പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ ജാർഖണ്ഡിലെ സിംഘം, ജാർഖണ്ഡിലെ ദുർഗ് ഇരുമ്പയിര് ഖനനത്തിന് പ്രസിദ്ധമായിട്ടുള്ള മേഖലയാണ്. ബെല്ലാരി, ചിക്കമംഗളൂർ, ഷിമോഗ, ചിത്രദുർഗ് ഇതൊക്കെ കർണാടകയിലെ പ്രദേശങ്ങളാണ്. ഇവിടെയും എന്തുണ്ട്? ഇരുമ്പയിര് ഖനനത്തിന് പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ്. അവിടങ്ങളിലൊക്കെ എന്താണ് ഇരുമ്പയിര് കണ്ടെത്തിയിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ബെല്ലാരി ഓർത്തിരിക്കുക, അതുപോലെ തന്നെ ചിക്കമംഗളൂർ ഓർത്തിരിക്കുക, ഷിമോഗ ഓർത്തിരിക്കുക, ചിത്രദുർഗ് ഓർത്തിരിക്കുക. ഇതേപോലെ നമ്മുടെ ഗോവയിലെ മർമ്മഗോവ ഇരുമ്പയിരുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിലെ സേലം, നമ്മുടെ തമിഴ്നാട്ടിലെ നീലഗിരിയിലൊക്കെ ഇരുമ്പയിര് കണ്ടെത്തിയിട്ടുണ്ടെന്ന കാര്യം, നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും സുന്ദർഗഡ്, അതുപോലെ തന്നെ മയൂർഭഞ്ച്, ജാറ്, അതേപോലെ സിംഘം, ദുർഗ്, മർമ്മഗോവ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പരീക്ഷകളിൽ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ചൈനയാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ചൈനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിൽ ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ 50% ഇരുമ്പയിരും ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ്. അപ്പോൾ ഒഡീഷയാണ് ഒന്നാമത് വരുന്നത്. രണ്ടാമത് വരുന്നത് ഛത്തീസ്ഗഡ് ആണ്. അപ്പൊ രണ്ടാമത് വരുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? ഛത്തീസ്ഗഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മൂന്നാമത് വരുന്നത് നമ്മുടെ കർണാടകയാണ്. കർണാടകയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഒന്നാമത് വരുന്നത് ഒഡീസയാണ്, രണ്ടാമത് വരുന്നത് ഛത്തീസ്ഗഡ് ആണ്, മൂന്നാമത് വരുന്നത് കർണാടകയാണ്. ഇവിടെ തന്നിരിക്കുന്ന ഇരുമ്പയിരുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. ഇനി അടുത്തത് നമ്മുടെ സ്വർണം തന്നിരിക്കുന്ന ഓപ്ഷനിൽ സ്വർണ്ണമുണ്ട്. ആ സ്വർണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സ്വർണ്ണഖനിയാണ് കോളാർ, നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കർണാടകയിലുള്ള പ്രധാനപ്പെട്ട ഒരു സ്വർണ്ണഖനിയാണ് ഹട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഹട്ടി എന്ന് പറയുന്ന സ്വർണ്ണഖനി കർണാടകയിലാണ്. കോളാർ എന്ന് പറയുന്ന സ്വർണ്ണഖനി കർണാടകയിലാണ്. അതുപോലെ തന്നെ രാംഗിരി എന്ന് പറയുന്ന സ്വർണ്ണഖനി ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ്. അപ്പൊ രാംഗിരി, അതുപോലെ തന്നെ ഹട്ടി, അതുപോലെ തന്നെ കോളാർ ഇതാണ് പ്രധാനപ്പെട്ട സ്വർണ്ണഖനികളായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. കോളാർ, ഹട്ടി അതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. അത് നമ്മുടെ കർണാടകയിലാണ്. രാംഗിരി എന്ന് പറയുന്നത് നമ്മുടെ ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ കർണാടകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് പഠിച്ചു ഒഡീഷയാണ്. ഇരുമ്പയിര് ഏതാണ്? ഒഡീഷയാണ്. അതേ സമയത്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ സ്വർണം എവിടെയാണെന്ന് വെച്ചാൽ കർണാലിലാണെന്ന കാര്യം ഓർക്കുക. നമ്മുടെ കർണാടകയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇരുമ്പ് ഒടിക്കാൻ പറ്റില്ലല്ലോ, ഇരുമ്പ് ഒടിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അവിടെ നമുക്ക് ഒഡീഷ എന്ന് അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. നമുക്ക് കൈ കൊണ്ടൊക്കെ ഇരുമ്പ് കമ്പിയൊക്കെ ഒടിക്കാൻ നോക്കിയാൽ വളരെ പ്രയാസമായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് ഓർത്തിരിക്കാം എന്താണ്? ഇരുമ്പ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ഒഡീഷയിലാണ്. അതേ സമയത്ത് നമ്മുടെ ഈ കർണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയാണല്ലോ, ചെവിയിലാണല്ലോ നമ്മുടെ സ്വർണ്ണക്കമ്മലൊക്കെ ഇടുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ചോദിക്കാവുന്ന ഒന്നാണ്, ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ സ്വർണ്ണഖനി ആരംഭിക്കാൻ പോകുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ സ്വർണ്ണഖനി ആരംഭിക്കാൻ പോകുന്നത് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ
കുർണൂൽ ജില്ലയിലെ ജോനഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആന്ധ്രാപ്രദേശിലെ കുർണൂൽ ജില്ലയിലെ ജോനഗിരി എന്നിടത്താണ് എന്ത് ഈ പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണ്ണ ഖനി. എന്താണ് പ്രത്യേകത? സ്വകാര്യ സ്വർണ്ണ ഖനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്വർണ്ണ ഖനി ആരംഭിക്കാൻ പോകുന്നത് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ കുർണൂൽ ജില്ലയിലെ ജോനഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ചെമ്പാണ്. നമ്മുടെ വൈദ്യുത ഉപകരണ വ്യവസായങ്ങളിൽ ഈ പറയുന്ന വയറുകള്, ഇലക്ട്രിക് മോട്ടോറുകള്, ട്രാൻസ്ഫോമറുകള്, ജനറേറ്ററുകൾ എന്നിവയുടെ ഒക്കെ നിർമ്മാണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോഹമാണ് ചെമ്പ് എന്ന് നമുക്ക് അറിയാം. നമ്മുടെ പ്രധാനപ്പെട്ട ചെമ്പ് ഖനികളിലേക്ക് വരുമ്പോൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചെമ്പ് ഖനികളിലേക്ക് വരുമ്പോൾ PSC പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് ഖനികളുണ്ട്. ആ പേരുകൾ കൂടി നമുക്ക് ഇതിനോടൊപ്പം ഒന്ന് പഠിച്ചു വെക്കാം. ഒന്നാമത്തെ പേര് ഗേത്രി ആണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഒന്നാമത്തെ പേര് നമ്മളുടെ രാജസ്ഥാനിലെ ഗേത്രി ഖനി എന്തിന് പ്രസിദ്ധമാണെന്ന് ചോദിച്ചാൽ ചെമ്പ് ഉൽപാദനത്തിന് പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ മലഞ്ച്ഗണ്ട്, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഈ മലഞ്ച്ഗണ്ട് എന്ന് പറയുന്നത് നമ്മളെ എവിടെ മലഞ്ച്ഗണ്ട് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് നമ്മുടെ ചെമ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ മലഞ്ച്ഗണ്ട് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെമ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഓപ്ഷൻ 4-ാമതായിട്ട് തന്നിരിക്കുന്നത് അതായിരുന്നു. അപ്പൊ എന്താണ് മലഞ്ച്ഗണ്ട് എന്ന് പറയുന്നത്? ഈ പറയുന്ന ചെമ്പ് ഖനനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രദേശമാണ്. അതിന്റെ അയിരൊക്കെ ഖനനം ചെയ്യുന്ന പ്രദേശമാണ്. അത് മധ്യപ്രദേശിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ മറ്റൊന്നാണ് കോലിഹാൻ. മറ്റൊരു പേരാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. രാജസ്ഥാനിലെ ഒരു ചെമ്പ് ഖനിയാണ് കോലിഹാൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കോലിഹാൻ? കോലിഹാൻ എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്. ഇത് രാജസ്ഥാനിലെ ഒരു ചെമ്പ് ഖനിയാണെന്ന കാര്യം ഓർക്കുക. ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചെമ്പ് ഖനികൾ രാജസ്ഥാനിൽ 2 പഠിച്ചു. ഗേത്രി അത് PSC റിപ്പീറ്റ് ആണ്. കോലിഹാൻ ഓർത്തിരിക്കുക. ഒപ്പം നമ്മുടെ ചോദ്യത്തിൽ മലഞ്ച്ഗണ്ട് അത് മധ്യപ്രദേശിലാണ്. അപ്പൊ എന്താണ് ഗേത്രി ചെമ്പ് ഖനി, അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുക. മലഞ്ച്ഗണ്ട് ചെമ്പ് ഖനിയാണ്. മലഞ്ച്ഗണ്ട് എന്താണ് ചെമ്പ് ഖനിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ മറ്റൊന്നാണ് കോലിഹാൻ എന്ന് പറയുന്നത് ചെമ്പ് ഖനിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന കർണാടകയാണെന്ന് പറഞ്ഞു. ഇരുമ്പ് ഒടിക്കാൻ പറ്റില്ല എന്നൊന്ന് ഓർത്ത് വെച്ചാൽ ഒഡീഷ കിട്ടും. കർണത്തിൽ നമ്മൾ സ്വർണ്ണമാല എന്ന് ഓർത്ത് വെച്ചാൽ കർണാടക നമുക്ക് അവിടെ കിട്ടും. അതുപോലെ മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ചെമ്പ് ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിലാണ്. 2-ാം സ്ഥാനത്ത് വരുന്നത് രാജസ്ഥാനാണ്. 2-ാം സ്ഥാനത്ത് ഏതാണ്? രാജസ്ഥാനാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ എവിടെയാണ്? നമ്മുടെ മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ എവിടെയാണ്? മധ്യപ്രദേശിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ അവിടെ കിട്ടും. ചെമ്പിലെ ചായയും ചില്ലിയിലെ ചായയും ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ചില്ലിയിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ എന്താണ് ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, അത് പിന്നെ കിട്ടും. ഇനി മധ്യപ്രദേശ് ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. മധ്യപ്രദേശ് ചെമ്പ് മധ്യപ്രദേശ്. ഇനി അടുത്തായിട്ട് പറയുന്നത് നമ്മുടെ കൽക്കരിയാണ്. നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. താപോർജ്ജ ഉൽപ്പാദനത്തിനും ഇരുമ്പയിരിന്റെ ഉരുക്കൽ പ്രക്രിയയ്ക്കൊക്കെ എന്താണ് ഈ പറയുന്ന കൽക്കരി ഉപയോഗപ്രദമാകുന്ന പ്രധാനപ്പെട്ട ഒരു ധാതുവാണെന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ ഏറിയ പങ്കും ബിറ്റുമിൻ ഇനത്തിൽപ്പെടുന്നതും പൊതുവെ ജ്വലന തീവ്രത കുറഞ്ഞതുമാണെന്ന കാര്യം ഓർക്കുക. അപ്പൊ ബിറ്റുമിൻ, കൽക്കരിയുടെ വിവിധ ഇനങ്ങളുണ്ട്, അതിലൊന്നാണ് ബിറ്റുമിൻ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ ബിറ്റുമിൻ ഇനത്തിൽപ്പെടുന്ന കൽക്കരിയാണെന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് നമ്മുടെ ജാർഖണ്ഡിലെ ജാരിയാണ്. റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജാരിയ കൽക്കരി ഖനി എവിടെയാന്ന് ചോദിച്ചാൽ അത് ജാർഖണ്ഡിലാണ്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം എന്ന കാര്യം ഓർക്കുക. ഇതിന് പുറമെ നമ്മുടെ ഓപ്ഷൻ തന്നു കഴിഞ്ഞു. നമ്മുടെ റാണിഗഞ്ച് എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലാണ്. അത് കൽക്കരിയുടെ ഖനനവുമായി ബന്ധപ്പെട്ട പ്രദേശമാണ്. അതുപോലെ തന്നെ ബൊക്കാറോ, അതുപോലെ തന്നെ മറ്റൊന്നാണ് ബൊക്കാറോ എന്ന് പറയുന്നത് ജാർഖണ്ഡിലാണ്. ഇത് കൽക്കരിയുടെ ഖനനവുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ സിംഗ്രൗളി എന്ന് പറയുന്നത് കൽക്കരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രദേശമാണെന്ന കാര്യം ഓർക്കുക. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് ഈ ഒരു സ്ഥലത്തായിട്ടുള്ള ഈ പറയുന്ന സിംഗ്രൗളി എന്ന് പറയുന്നത്. അതുപോലെ കോർബ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണ്. അല്ല, നമ്മൾ പഠിക്കാറുണ്ട് കോർബ അടിച്ചിട്ട് നമ്മൾ ചത്തു എന്ന രീതിയിൽ പഠിക്കാറുണ്ട് അല്ലെ. അവിടെ ഓർത്തിരിക്കുക എന്താണ്
കോർബ എന്ന് പറയുന്നത് ഈ പറയുന്ന കൽക്കരി ഖനിയാണ്. അത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. അതുപോലെ തന്നെ തച്ചുടക്കിയ എന്ന് പഠിക്കാറുണ്ട്. തൽച്ചർ എന്ന് പറയുന്ന ഒഡീഷയിലാണ്. അതും എവിടെയാണ്? ഈ പറയുന്ന കൽക്കരി ഖനിയാണ്. അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സിംഗരേണി എന്ന് പറയുന്നത് തെലങ്കാനയിലെ കൽക്കരി ഖനിയാണെന്ന കാര്യം ഓർക്കുക. സിംഗരേണി എവിടത്തെയാണ്? നമ്മുടെ തെലങ്കാനയിലെ കൽക്കരി ഖനിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനി ജാർഖണ്ഡിലെ ജാരിയാണ്. ഇന്ത്യയിലെ പ്രധാന കൽക്കരി ഖനിയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന റാണിഗഞ്ച്. അത് പശ്ചിമ ബംഗാളിലാണ്. അതുപോലെ തന്നെ ബൊക്കാറോ ഉണ്ട്, അത് നമ്മുടെ ജാർഖണ്ഡിലാണ്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സിംഗ്രൌളി ഉണ്ട്, അത് ഉത്തർപ്രദേശ് മധ്യപ്രദേശിലായിട്ടാണ് ഉള്ളത്. കോർബ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണ്. പിന്നെ തച്ചുടക്കിയ എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. തൽച്ചർ എന്ന് പറയുന്നത് ഒഡീഷയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ തെലങ്കാനയിലെ സിംഗരേണി എന്ന് ഒരു കൽക്കരി ഖനിയുണ്ട്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ തെലങ്കാനയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളതാണ്, ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്ന തമിഴ്നാട്ടിലെ ഒരു പ്രദേശം. അത് PS റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നെയ്വേലി എന്നാണ്. അപ്പൊ നെയ്വേലിയിൽ എന്താണ്? ലിഗ്നൈറ്റ് ആണ് കാണപ്പെടുന്നത്. അപ്പൊ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്ന തമിഴ്നാട്ടിലെ ഒരു പ്രദേശമാണ് എന്ത്? നെയ്വേലി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ ലിഗ്നൈറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ബ്രൗൺ കോൾ എന്ന് പറയുന്നത്. ലിഗ്നൈറ്റിനെയാണ് ബ്രൗൺ കോൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒഡീഷയിലാണെന്ന് പഠിക്കുക. രണ്ടാമത് വരുന്നത് ഛത്തീസ്ഗഡ്, പിന്നെ കർണാടക. സ്വർണത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർണാടകയാണ് ടോപ്പിൽ വരിക. ചെമ്പ് എന്ന് പറയുമ്പോൾ അവിടെ മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ എന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാട് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അവിടെ ഉത്തരമായിട്ട് വരേണ്ട ജാർഖണ്ഡിലെ ജാറിയ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തി എഴുതുക എന്നാണ് ചോദിച്ചത്. സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച് കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക എന്നാണ് ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന തന്നിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പോൾ നീതി ആയോഗവുമായി ബന്ധപ്പെട്ട അതിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ് സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച് കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക എന്നുള്ളത്. ഇനി അടുത്ത് ഇവിടെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്ന് പറയുന്നു. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണാ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നീതി ആയോഗിന്റെ ലക്ഷ്യത്തിൽപ്പെടുന്നതാണ്. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭവങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക എന്ന് പറയുന്നത് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ശരിയായതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. അതേപോലെ തന്നെ സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക എന്നിവയെല്ലാം എന്താണ്? നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. ഈ പറഞ്ഞവയെല്ലാം നീതി ആയോഗിന്റെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഏതാണ്? 3ഉം ശരിയാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ നീതി ആയോഗ് രൂപീകരിച്ച വർഷം PS റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്. 2015 ജനുവരി 1-ാം തീയതിയാണ് അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ നീതി ആയോഗ് രൂപീകരിച്ച വർഷം 2015 ജനുവരി 1-ാം തീയതിയാണ്. നീതി ആയോഗിന്റെ പൂർണ്ണരൂപമൊക്കെ ചോദിക്കാറുണ്ട്. നീതി എന്നതിന്റെ പൂർണ്ണരൂപം NITI. അതിന്റെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് പൂർണ്ണരൂപം. അപ്പൊ നീതി ആയോഗിന്റെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് പൂർണ്ണരൂപം. ഇതിന്റെ ചെയർമാൻ ആരാണ്, അല്ലെങ്കിൽ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം നിലവിൽ സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നീതി ആയോഗിലെ ഉപാധ്യക്ഷൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെയൊക്കെ നിയമിക്കുന്ന ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഉപാധ്യക്ഷനെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെയും ഒക്കെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നീതി ആയോഗിൽ അധ്യക്ഷനുണ്ട്, അത് പ്രധാനമന്ത്രിയാന്ന് പറഞ്ഞു. അതിനു പുറമെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ നീതി ആയോഗിലെ അംഗങ്ങളാണ്. എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഫ്റ്റനന്റ് ഗവർണർമാർ നീതി ആയോഗിലെ അംഗങ്ങളാണ്. ഒപ്പം ഉപാധ്യക്ഷനുണ്ട്. അതേപോലെ തന്നെ സ്ഥിരം അംഗങ്ങൾ ഈ പറയുന്ന നീതി ആയോഗിൽ ഉണ്ടെന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ 4 അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ടായിരിക്കും.
സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്. ഇതാണ് ആ നീതി ആയോഗിന്റെ ആ ഒരു ഘടന എന്ന് പറയുന്നത്. അധ്യക്ഷനുണ്ട്, അത് പ്രധാനമന്ത്രിയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ ഉൾപ്പെടുന്നുണ്ട്. ഒപ്പം ഉപാധ്യക്ഷനുമുണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്. ഇവരെ രണ്ടുപേരെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണെന്ന് പഠിച്ചു. ഇത് കൂടാതെ സ്ഥിരം അംഗങ്ങൾ നീതി ആയോഗിലുണ്ട്. അതുകൂടാതെ 4 അനൗദ്യോഗിക അംഗങ്ങളുണ്ട്. ഒപ്പം സ്പെഷ്യൽ ഇൻവൈറ്റീസും ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെ മൊത്തം 8 ഭാഗങ്ങളായിട്ടാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്. ഒന്ന് അധ്യക്ഷൻ, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഫ്റ്റനന്റ് ഗവർണർമാർ, പിന്നെ ഉപാധ്യക്ഷനുണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്. അത് പഠിക്കുമ്പോൾ ഇവർ രണ്ടിനെയും നിയമിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണെന്ന കാര്യം ഓർക്കുക. ഇനി ഇതിൽ സ്ഥിരം അംഗങ്ങളുണ്ട്. ഒപ്പം 4 അനൗദ്യോഗിക അംഗങ്ങളുണ്ട്. എത്ര പേരാണ്? 4 പേര്. 4 അനൗദ്യോഗിക അംഗങ്ങളുണ്ട്. സ്പെഷ്യൽ ഇൻവൈറ്റീസും ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ SCRT കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ വായിക്കണം. അതിൽ നിന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ അവസാനമായിട്ട് പരിചയപ്പെടുന്ന ചോദ്യം. ഇവിടെ നോക്കുക, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നു. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ആ ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഇവിടെ നോക്കുക, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നു എന്നാണ് പറയുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എന്നാണ് നിലവിൽ വന്നത്? 1950 മാർച്ച് 15 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതാണ് ഭരണഘടനാ സ്ഥാപനം. അപ്പൊ ഇതെന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. 1950 മുതൽ 2014 വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. അത് ശരിയാണ്. ഏറ്റവും അവസാനം 2012 മുതൽ ഇങ്ങോട്ടാണ്. 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചു. അതിന് പകരമായിട്ടാണ് പിന്നെ ഏത് വരുന്നത്? നീതി ആയോഗ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ട് തന്നിരിക്കുന്നത്. ബാക്കി എല്ലാ പ്രസ്താവനയും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.